എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. അവൻ ഇന്നലെ അടിച്ചെന്റെ കെട്ടുവിട്ടിട്ടില്ല, അതിന്റെയാ. പിന്നെ എന്നാത്തിനാണ് ഇവന് രാവിലെ ഇവിടെ വന്നിരിക്കുന്നത്? അതങ്ങനെ ഉള്ളതല്ല, നമ്മൾ കൊലയോടെ കൊണ്ടായാലെന്നുള്ള പേടി. നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ. ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ അത് ഞാൻ സംസാരിക്കാറോ? തിരിച്ചു വിളിക്കാം. ആ, എന്തായി കാര്യങ്ങളൊക്കെ? ഒന്നും ആയില്ല, ഞങ്ങൾ രാവിലോട്ട് നിൽക്കുക. ഞാൻ നോക്കിയിട്ട് വരാം. നേതാവേ, നമ്മുടെ ബാങ്കുപടിക്കലെ റോഡിലെ കുഴിയുടെ കാര്യമൊന്ന്. ഞാൻ ഈ കുഴിയൊക്കെ കുറച്ചുകൂടി വലുതാക്കി ഒരു ജലസേചന പദ്ധതി നടപ്പാക്കാം. എന്തേ നേതാവേ, വെറുതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. സഖാക്കന്മാരൊക്കെ രാവിലെ വന്നിട്ട് പോയതേ ഉള്ളൂ. വർക്കിച്ചേട്ടോ, പട്ടാളക്കാരൻ വർക്കിച്ചേട്ടോ. ഇറങ്ങിയിരുന്ന എന്റെ മക്കൾ എന്റെ വീടിന് മുമ്പിൽ നിന്ന് എല്ലാവരും 1-ാം തീയതി ആകുമ്പോ എല്ലാവരും എന്റെ വീടിന് മുമ്പിലോട്ട് കെട്ടിയെടുത്തോളും. ഇന്ന് 1-ാം തീയതിയാണ്, നിനക്കൊക്കെ നേരത്തെ അറിയത്തില്ലായിരുന്നോടാ? അത്രയ്ക്ക് മുട്ട് നിൽക്കുമായിരുന്നെ നേരത്തെ മേടിച്ച് വെക്കണമായിരുന്നടാ. ആകെ ഉണ്ടായിരുന്ന കുപ്പി രാവിലെ സാക്കന്മാരെ ഒന്നുകൊണ്ട്. പിന്നെ എന്നെ കാണാനാടാ എന്റെ വീടിന്റെ വാതിക്കൽ എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്നത്? ഞാൻ ചത്താ കാണത്തില്ലല്ലോടാ എന്റെ വീടിന് മുമ്പിൽ ഇത്രയും ആള്. ചേട്ടാ, അങ്ങനെ പറയരുത്. മേഖലാജാഥ എന്റെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നത് അറിയാലോ. ഇതിന്റെ മണമില്ല, അണികൾ നിൽക്കത്തില്ല, അംഗബലം കുറയും. അതെനിക്ക് നാണക്കേടാ. ചേട്ടൻ എങ്ങനെയെങ്കിലും ഒരു കുപ്പി പ്ലീസ്. നീ എന്തിനാണ് ജോമനി കിടന്ന് കരയുന്നേ? എനിക്ക് നല്ല ദണ്ണമുണ്ടോ? ഇങ്ങനൊരു തന്തയാണോ? ഒരു കുപ്പി പോലെ മിച്ചം വെക്കാതെ മുഴുവൻ വെളിയിൽ കൊടുത്ത് അങ്ങനെ കാശ് മേടിച്ചു. 1-ാം തീയതി തൊള്ളാൻ എനിക്ക് കഴിഞ്ഞ് ഞാൻ നയ്യും. 1-ാം തീയതി ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ച സാധനമാ. തൽക്കാലം തന്റെ ആവശ്യം നടക്കട്ടെ. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോ താൻ ഇതുമായിട്ട് പോവാലേടോ? ഇവിടെ താടോ തോമാ.
എന്നതാ വർക്ക് ചെയ്യണം നടക്കുന്നത്? ആ എന്നതാണെന്ന് ആർക്കറിയാം. അല്ല, എന്നാത്തിനായി വീട്ടിൽ മരണപ്പാട്ടിട്ടിരിക്കുന്നത്? ആ അതല്ല രസം. എൻ്റെ ഇളയൊരുത്തനകത്തുണ്ട്. അവന് പ്രേമം. അവന്റെ പെണ്ണിനെ വേറൊരുത്തൻ കെട്ടിക്കൊണ്ട് പോയത്. അതിന് അവന്റെ മനസ്സിൽ നിന്ന് അവള് ചത്തെന്നും പറഞ്ഞ് രാവിലെ തൊട്ട് തുടങ്ങിയ മരണപ്പാട്ടാ. ജോയിയെ, നീ ആ പാട്ടൊന്നും നിർത്തുന്നുണ്ടോ? എന്നെ അങ്ങോട്ട് വരുത്തിക്കരുത്. നിന്റെ അപ്പൻ ചത്തിട്ട് മതിയുടെ മരണപ്പാട്ടിടുന്നത്.